ശബരിമല കട്ടിളപ്പാളി കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നെയ്യക്രമക്കേടിലും പ്രതി മുൻ ബോർഡംഗം അജികുമാറിനെയും ചേർത്താണ് പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തത്. അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും പ്രതിപട്ടികയിലുണ്ട്. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനായി എത്തിച്ച നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിലേക്ക് നീണ്ടത്. പ്രശാന്ത് നടത്തിയ ഇടപെടലുകൾ ദുരൂഹമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുങ്കുമരാജ് എന്ന ഡയറിയിൽ നിന്ന് ലിറ്ററിന് 369 രൂപ നിരക്കിൽ ഗുണമേന്മയുള്ള നെയ്യ് എത്തിക്കാമെന്ന് പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതിയെ അറിയിച്ചിരുന്നു. ഇത് വേണ്ടെന്ന് വെച്ചാണ് പ്രശാന്തിന്റെ കാലത്തെ മിൽമയ്ക്ക് കരാർ അനുവദിച്ചത്. ഇതാണ് ദുരൂഹതയുണർത്തുന്നത്. ലിറ്ററിന് 510 രൂപ നിരക്കിൽ കൂടിയ തുകയ്ക്കായിരുന്നു മിൽമയ്ക്ക് കരാർ നൽകിയത്. കൂടിയ വിലയ്ക്ക് കരാർ നൽകിയതോടെ 2,30,00,000 രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിനുണ്ടായി. ഈ കരാറാണ് ക്രമക്കേടിന് വഴിവെച്ചതും. ഗുണനിലവാരമില്ലാത്ത നെയ്യ് എങ്ങനെ ശബരിമലയിലെത്തിയെന്നതിലും വ്യക്തത വരണമെങ്കിൽ PS പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമായ സാഹചര്യത്തിലാണ് പ്രത്യേക സംഘം FIR രജിസ്റ്റർ ചെയ്തത്. മുൻ ബോർഡംഗം അജികുമാറിന് പുറമെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ പേര് കൂടി പ്രതിപട്ടികയിലുണ്ട്. മുരാരി ബാബു ആയിരുന്നു നെയ്യിടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ എഴുതി പ്രശാന്തിന്റെ കാലത്തെ ഭരണസമിതിക്ക് മുൻപാകെ എത്തിച്ചത്. അതിനാലാണ് മുരാരി ബാബുവിന്റെ പേര് കൂടി പ്രത്യേക സംഘം FIRൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലത്തെ നെയ്യിടപാടിലാണ് അന്വേഷണം. ജനം, തിരുവനന്തപുരം.